നമസ്കാരം. പതിരും കതിരും. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തടോ. ഉണ്ണായി വാര്യരുടെ പ്രശസ്തമായ നളചരിതമാട്ടക്കഥയിലെ 2-ാം ദിവസത്തുള്ള വരികളാണിത്. വെള്ളമെല്ലാം വാർന്നു പോയ ശേഷം ചിറകെട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? എന്തെങ്കിലും ചെയ്യേണ്ട സമയത്ത് കമിഴ്ന്ന് കിടന്നുറങ്ങും, വാ പൊളിച്ച് നടക്കും. എല്ലാം കഴിഞ്ഞ ശേഷം കർമ്മനിരതനാകാൻ ശ്രമിക്കുക. ഈ പരിപാടിയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും കാണിക്കുന്നത്. പാർട്ടി തോറ്റു തുന്നം പാടിയപ്പോഴാണ് ഗോവിന്ദൻ്റെ തലയിൽ വെളിച്ചം കയറിയത്. ക്യാപ്റ്റൻ കപ്പൊന്നും വാങ്ങാൻ നിൽക്കാതെ ഒളിമറയിലാണ്. ഇന്നലെ ഗോവിന്ദൻ പാർട്ടി തോറ്റതിൻ്റെ കാരണങ്ങളൊക്കെ നിരത്തി വയ്ക്കുമെന്നും ഓരോന്നായി എടുത്ത് ഇഴകീറി പരിശോധിക്കുമെന്നും കരുതിയാണ് മാധ്യമങ്ങൾ വാർത്താ സമ്മേളനമെന്ന് കേട്ട് ഓടിച്ചെന്നത്. പക്ഷേ അധികമൊന്നും പറയാനില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമറിയാൻ ബ്രാഞ്ച് തലം വരെയുള്ള പ്രവർത്തകരെ കേൾക്കാൻ CPM തീരുമാനിച്ചത്രേ. ചത്ത കൊച്ചിൻ്റെ ജാതകം നോക്കുന്ന പരിപാടിയാണല്ലോ ഗോവിന്ദ ഇത്. പിണറായിയുടെ സമയദോഷം മാറ്റാൻ നിങ്ങൾ പോയി കണ്ട ഒരു ജ്യോത്സ്യനുണ്ടല്ലോ, പുള്ളിയോട് പറഞ്ഞ് രാശിപ്പലകിൽ കബഡി നിരത്തി നോക്കിയാൽ തോൽവിയുടെ കാരണം അറിയാൻ കഴിയില്ലേ? അഷ്ടമത്തിലെ ശനി ഭാവാധിപനായ ശുക്രൻ്റെ ദൃഷ്ടിയിലാണെന്ന് കണ്ടെത്തി ചാർത്ത് തരും. അതുമായി പിണറായി വിജയനെ പോയി കണ്ട് പരിഹാര നിർദ്ദേശങ്ങൾ ആരാഞ്ഞാൽ പോരെ ഗോവിന്ദ? അല്ല സാറേ, അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പൊന്നും ബ്രാഞ്ച് തലം വരെയുള്ള അടിമകളെ കേട്ടില്ലായിരുന്നുവല്ലേ? ആനപ്പാറ അച്ചാമ്മ കൊമ്പനാനയോട് പനിനീര് തളിയാനേ, ഇവിടെ തളിയാനേ പനിനീര് എന്നൊക്കെ പറഞ്ഞിട്ടും ആന കേട്ടില്ല. ഒടുവിൽ പനിനീരും തളിച്ച് പിണ്ടോമിട്ട് മുറ്റം വൃത്തികേടാക്കി. 5 കിലോ പഞ്ഞി വീതം വെച്ച് മക്കൾ ആനയുടെ ചെവി അടച്ചിരിക്കുകയാണെന്ന് അച്ചാമ്മ അറിഞ്ഞിരുന്നില്ല. ഇതുപോലെ ആരും അടിമകളായ പ്രവർത്തകരുടെ കാതിൽ ഈയം പൂശി ഒഴിച്ചിരിക്കുകയാണ്. അവരൊന്നും കേൾക്കുന്നില്ല. നേതാവിൻ്റെ നാക്കനക്കവും വായനക്കവും നോക്കി പ്രതികരിക്കുന്നു എന്ന് മാത്രം. നേതാവ് പറയുന്നതിന് തലയാട്ടും, അത് സമ്മതമായി കണ്ട് മേലോട്ട് റിപ്പോർട്ട് ചെയ്യും. നാട്ടിൻപുറങ്ങളിൽ പാർട്ടി കമ്മിറ്റി കൂടാത്ത ആഴ്ചകളില്ല. വലിയ ചർച്ചകളും മുഴക്കങ്ങളും കേൾക്കാം. ഉൾപാർട്ടി ജനാധിപത്യം അവിടെ പൂത്ത് തളിർക്കുകയാണെന്നാണ് പുറമേ നിൽക്കുന്നവർ കരുതുക. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചർച്ചയാണ് സഖാക്കളെ നടന്നതൊക്കെ? തെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയുന്നതിൻ്റെ തലേന്ന് വരെ ഗോവിന്ദൻ പ്രതീക്ഷിച്ചത് പിണറായി വിജയൻ വീണ്ടും പരമപ്രതാപിയായി പാർട്ടിയെ ഭരണത്തിലെത്തിക്കുമെന്നും സകല ദൈവങ്ങളും പിണറായിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തുമെന്നുമാണ്. കുറേ പുഷ്പദലങ്ങൾ തൻ്റെ ശിരസിലും പതിക്കുമെന്ന് അദ്ദേഹം കരുതി. പിന്നെ ഗോവിന്ദൻ്റെ ചെവിയിൽ മുഴങ്ങിയത് ഭാര്യ PK ശ്യാമളയുടെ സത്യപ്രതിജ്ഞയാണ്. PK ശ്യാമള എന്ന ഞാൻ പ്രീതിയോ ഭീതിയോ ഭയമോ കൂടാതെ തളിപ്പറമ്പിലെ ജനങ്ങളെ സേവിച്ചു കൊള്ളാം. സ്റ്റേറ്റ് കാറിൻ്റെ പിൻസീറ്റിൽ മന്ത്രി PK ശ്യാമള മലർന്നു കിടന്നു പോകുമ്പോൾ മുൻസീറ്റിൽ തനിക്കും ഇരിക്കാമെന്നും ഗോവിന്ദൻ സ്വപ്നം കണ്ടു. പക്ഷേ ആന്തൂരിലെ സാജൻ്റെ ആത്മാവ് TK ഗോവിന്ദൻ എന്ന വർഗവഞ്ചകനിലൂടെ പ്രതികാരം ചെയ്തു. ഭാര്യയും പാർട്ടിയും തോറ്റിട്ടും ഗോവിന്ദൻ്റെ ഹാപ്പിനെസ്സിന് ഒരു കുറവുമില്ല എന്നതാണ് സത്യം. ഭാര്യയിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ അദ്ദേഹം കണ്ടതാണ് തെറ്റായിപ്പോയത്. ഒട്ടും ഭാരമില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ ഗോവിന്ദൻ്റെ സഞ്ചാരം. തോൽവിക്ക് ശേഷം വലിയൊരു സൗജന്യമാണ് ഗോവിന്ദൻ പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. പാർട്ടി അംഗങ്ങൾക്ക് നിർഭയം സ്വതന്ത്രമായി അഭിപ്രായം പറയാം. അതെന്താ മാഷെ പെട്ടെന്ന് അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ കാരണം? പേടിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഈ പാർട്ടിയിൽ എങ്ങനെയുണ്ടായി ഇത്ര പെട്ടെന്ന്? നമ്മുടെ LDFൻ്റെ കൺവീനറെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരുണ്ട്? ഡബിൾ K ശൈലജ ടീച്ചറെ ആരാശ്വസിപ്പിക്കും? ഭാര്യ PK ശ്യാമളയുടെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും ഗോവിന്ദൻ മാഷ്? സെക്രട്ടറിയാണത്രേ സെക്രട്ടറി എന്നായിരിക്കും അവരുടെ ഭാവം. നമ്മൾ കൂവിവിട്ട വർഗവഞ്ചകന്മാർ 3 എണ്ണമാണ് നിയമസഭയിൽ വന്ന് ഭരണപക്ഷത്തിരിക്കാൻ പോകുന്നത്. അതൊന്നും കാണാൻ ഗോവിന്ദൻ മാഷ് സഭയിലില്ലാത്തത് മഹാഭാഗ്യം. പാർട്ടി തോറ്റു കഴിയുമ്പോൾ പണ്ട് EMS നമ്പൂതിരിപ്പാട് പറയുന്നൊരു ശതമാന കണക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പലപ്പോഴും EMSന് കഴിഞ്ഞിട്ടുമുണ്ട്. പാർട്ടി തോറ്റെങ്കിലും വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ നമ്മളാണ് മുമ്പിലെന്ന് EMS പറയും. അണികളത് തലകുലുക്കി സമ്മതിക്കും. അല്ലെങ്കിൽ അവരുടെ ആത്മവീര്യം ചോർന്നു പോകും. ലോക്സഭയിലേക്ക് 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 17.35 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടിയെന്നാണ് തദ്ദേശത്തിലെ തോൽവിക്ക് ശേഷം സെക്രട്ടറി പറഞ്ഞത്. ഇത്തവണ സീറ്റുകൾ പലതും നഷ്ടമായെങ്കിലും മൊത്തത്തിൽ കുതിപ്പാണെന്നാണ് സെക്രട്ടേറിയറ്റിൻ്റെ കണ്ടെത്തൽ. ഗോവിന്ദൻ പൊഴുങ്ങിത്തരുന്ന കൊഴുക്കട്ട അതേ ചൂടോടെ അണികൾ വായിലിട്ട് കൊള്ളണം. നാളെ മുതൽ പുതിയൊരു യുഗം പിറക്കുകയാണ് പാർട്ടിയിൽ. അംഗങ്ങൾക്ക് നിർഭയം പാർട്ടിയെ വിമർശിക്കാം. പക്ഷേ ഈ മാസവും അടുത്ത മാസവും മാത്രമേ ഉള്ളൂ ആ സൗജന്യം. തളിപ്പറമ്പിൽ ഗോവിന്ദൻ കൂടി ഇരുന്ന കമ്മിറ്റിയിൽ പ്രവർത്തകർക്ക് അഭിപ്രായം പറയാനും അത് കേൾക്കാനുമുള്ള അവസരം നൽകിയിരുന്നെങ്കിൽ ആ മറ്റേ ഗോവിന്ദൻ പാർട്ടിയെ തൂക്കുമായിരുന്നുവോ? വർഗവഞ്ചകരെല്ലാം പറയുന്നത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞങ്ങളെ കേൾക്കുമായിരുന്നു എന്നാണ്.
അപ്പോൾ ഗോവിന്ദൻ്റെ കാതുകളിൽ ആരാണ് പഞ്ഞി തിരികെ വിട്ടിരിക്കുന്നത്? പാർട്ടി തോറ്റു എന്ന് ആദ്യം ബേബി ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പകുതി സമാധാനം കിട്ടിയേനെ. സാമ്രാജ്യത്വം വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നാണ് ബേബി വിശ്വസിക്കുന്നത്. മറ്റൊരു പണ്ഡിതനും ബുദ്ധിജീവിയുമായ എം സ്വരാജ് പറയുന്നത് അനർഹമായ പരാജയമാണ് ഇതെന്നാണ്. പിച്ചും പേയും പറയുന്ന മണി സകലരെയും തെറി വിളിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഓന്തിനെ പോലെ കാലുമാറി. ജനാധിപത്യത്തിൻ്റെ ജയമെന്ന് സുകുമാരൻ നായരും കാച്ചി. എം പി രാജേഷ് പറഞ്ഞത് പണ്ട് കെ മുരളീധരനും മന്ത്രിയായിരുന്നപ്പോൾ തോറ്റിട്ടുണ്ടെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുത്തനും കിട്ടിയതൊന്നും പോരാ. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ പുള്ളിയാണെങ്കിൽ എന്താ അച്ഛാ നമ്മൾ തോറ്റത് എന്ന വീട്ടുകാരുടെ ചോദ്യത്തിന് പോലും ഉത്തരമില്ലാതെ ഡാഷും പൂരിപ്പിച്ചിരിക്കുകയാണ്. അടുക്കളയിൽ തിളയ്ക്കുന്ന നെയ്മീൻ എന്തായോ എന്തോ.